ചിക്കൻ ലോലിപോപ്പ് ബിരിയാണി, നോർമൽ ചിക്കൻ ബിരിയാണി. അത് കുറേ ദിവസമായിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്. അടുത്ത പരിപാടി എന്താ ഏട്ടാ? ഹലോ, നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂ എന്താണെന്നറിയോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ഹാർട്ട് ഷേപ്പോ അങ്ങനെ എന്തോ ഒരു ഷേപ്പിൽ. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ തന്നെ നിൽക്കുമായിരുന്നു, പൂ നോക്കിയിട്ടേ നിൽക്കുമായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. ആ വെള്ളമാണ് കാണുന്നത്. നമ്മുടെ കാറ് സൈഡ് മിറർ പൊട്ടിയിട്ട് അത് നേരാക്കാൻ പോയതാണ് നമ്മൾ. അപ്പോഴായിരുന്നു ഈ പൂ കണ്ടത്. ഞാൻ ആ പൂവോട് നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. എന്തായി? ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കാറിന്റെ സൈഡ് മിറർ മാറ്റാൻ പോയിട്ട് അവിടെ സ്റ്റോക്ക് ഇല്ല അല്ലേ. അവർ പറഞ്ഞു ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് പിന്നെ ആ പ്രൊഡക്റ്റ് വന്നതിന് ശേഷം പോയിട്ട് ഫിക്സ് ചെയ്യല്ലേ. അപ്പൊ ഓർഡർ ചെയ്യണോ നീ? 2-3 ദിവസം എടുക്കും. വേറെ ആളടുത്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്തുള്ള വർക്ക്ഷോപ്പില്. അപ്പൊ മൊത്തത്തിൽ കാര്യം നടന്നില്ല. അപ്പൊ നമ്മളിനി നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക്. പക്ഷെ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നേരെ നമുക്കിന്ന് ബിരിയാണി വാങ്ങണം. കാരണം ആദ്യം 12:30 വരെ എക്സാം ആണ് കേട്ടോ. അവളൊരു 12:30 ആകുമ്പോഴത്തേക്ക് വരും. അപ്പൊ അവള് 12:30 വരുമ്പോഴത്തേക്കും വീടെത്തണം. ഇനിയിപ്പോ എന്തായാലും വീടെത്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പൊ വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. നോൺ വെജ് കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുന്നുണ്ട് അല്ലെ. ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ആയിട്ട് അങ്ങനെ നോൺ വെജ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെയുണ്ട്. അവിടെ എവിടെ സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടു. വീട്ടിൽ പോവാം. ബിരിയാണി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം. ബിരിയാണി ഇന്ന് ബിരിയാണിയാണ്. നമ്മൾ നേരെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പർ സെറ്റപ്പ് ആണല്ലോ. ഇല്ലല്ല, സൂപ്പർ അടിപൊളി കേക്കൊക്കെ ആണല്ലോ. സ്വീറ്റ്സും റെസ്റ്റോറൻ്റ് ആണോ അല്ലേ? എന്താണ്? ചായ കൂടി കഴിഞ്ഞ് ഇന്നൊരു സ്വീറ്റ് ബൺ കഴിച്ചല്ലോ. അപ്പം പിന്നെ ലഞ്ച് വേണ്ട അന്നേക്ക്. ചേട്ടാ പൊടി ഐറ്റംസ് ഒക്കെയാണ്. ഇവിടുത്തെ മൈസൂർ പാക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ, ഇതെന്താണ്? സ്മോൾ പീസസ് ആണോ? ഷൂ കാണുമ്പോഴെനിക്ക് എല്ലാം വാങ്ങണമെന്നുണ്ട് കേട്ടോ. 100 gram 90 rupees അല്ലേ? എല്ലാം 95, 90, 85. അയ്യോ, ഇത് നോക്കത് ബനാന. അടിപൊളി സംഭവങ്ങളാണോ അല്ലേ ഇവിടെ? ഇവിടെ ഫുൾ ഹൽവാസ് ആണല്ലോ. നമുക്ക് ഹൽവ എടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഈ ബ്ലാക്ക് ടൈപ്പ് കടലമിഠായി അല്ലേ അത്? എത്രയാണ്? 100 gram 90 rupees. ഇത് റവ ലഡു അല്ലേ? ബേസ് മറ്റേ കടലമാവിൻ്റെ ലഡു കിട്ടും. നല്ല ടേസ്റ്റാണ്. ഗ്രാം ഫ്ലവർ എവ്വളോ അത്?
65. 100 கிராம்னா எவ்வளோ பீஸ் இருக்கும்? 100 கிராம். ഓ സെപ്പറേറ്റ് എടുക്കാം. ഈ ഓരോ ബോക്സിനും നല്ല വിലയുണ്ട് കേട്ടോ. അത് ലഡു, ഹൽവ ഒക്കെ എല്ലാം 124. ആകെ ആകെ ചെറിയൊരു പീസേ ഉള്ളൂ. ഇതൊക്കെ 3 പീസാണ് മറ്റേ ഉള്ളൂ. ഇതിന് വന്നിട്ട് ഇത് 93 ഉള്ളൂ. അല്ല 120. ഇതൊക്കെ നല്ല വിലയാണല്ലേ. 100. മേലെ ഉണ്ട് അല്ലേ ഫുഡൊക്കെ. ഇനി മൈസൂർ പാവ് 2 പീസ് 130. ಪ್ರೈಸ್ ರೇಟ್ ಮಾಡು ಅದೇ ರೇಟ್ மாவு லட்டு வந்து 90 ருபீஸ் இருக்குது. அது ஒன்று கட் பண்ணி கொடுங்க. நான் ഇതൊക്കെ നമ്മൾ വാങ്ങിയത് ഹൽവയുണ്ട്. കുട്ടികൾ വല്ല വാങ്ങിക്കാ വാങ്ങിയില്ല കുറേ സാധനങ്ങൾ. ഇത് സ്വീറ്റ് വല്ല മിക്സർ വേണ്ട. നമ്മളില്ലേ നാട്ടിൽ നിന്ന് വരുമ്പോഴും മിക്സർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. മിക്സർ വേണ്ടല്ലേ. എല്ലാം കൂടി മേടിച്ചാൽ ആരും കഴിക്കണ്ടോ. അതെന്താണ് സാധനം പാക്കറ്റിൽ? അതുകൊണ്ട് ഇഡ്ഡലി പൊടി. ഓ 9 ഡെലീഷ്യസ് ഇഡ്ഡലി പൊടീസാണ്. 9 വെറൈറ്റീസ്. ആണോ? അങ്ങനെ 650 രൂപയുടെ സ്വീറ്റ് വാങ്ങിച്ചു അല്ലേ? അതെ. വില പറയാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. പക്ഷെ നല്ല സ്വീറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ. പിന്നെ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ സ്വീറ്റ്സ്. മൈസൂർ പാവ് ബെസ്റ്റ് ശ്രീകൃഷ്ണത്തിന്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം പോവാനായിട്ട്. നാടൻ ടേസ്റ്റിലുള്ള ബിരിയാണി മതി. കുറേ ദിവസം അങ്ങനത്തെ കഴിച്ചിട്ട്. ഇനി നമ്മൾക്ക് പരിപാടിയൊന്നുമില്ല. ആദ്യം വരുമ്പോഴേക്കും വേഗം എത്തണമല്ലോ. ഇനിയിപ്പോൾ 1/2 മണിക്കൂറുള്ളൂ ഇവിടെ എത്താനായി. നമ്മൾക്ക് ബിരിയാണി എവിടെ നിന്ന് ബിലാലോ. എനിക്ക് നല്ല നാടൻ ബിരിയാണി വാങ്ങിക്കണം എന്നുണ്ട്. അമരാവതി ഹൈദരാബാദി ബിരിയാണി കിട്ടും. ശരി നോക്കാം. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാഴ്സൽ വാങ്ങിയിട്ട് പോകണം എന്തായാലും. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുകയാണെങ്കിൽ ഞാനും ഏട്ടനും കഴിച്ചിട്ട് ആദ്യക്കുള്ളത് വാങ്ങിയിട്ട് പോകാമെന്ന്. ഇനിയിപ്പോൾ സമയം എത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ മൊത്തം പാഴ്സൽ തന്നെ വാങ്ങിക്കാമല്ലേ. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാഴ്സൽ വാങ്ങിയിട്ട് പോകണം എന്തായാലും. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുകയാണെങ്കിൽ ഞാനും ഏട്ടനും കഴിച്ചിട്ട് ആദ്യക്കുള്ളത് വാങ്ങിയിട്ട് പോകാമെന്ന്. ഇനിയിപ്പോൾ സമയം എത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ മൊത്തം പാഴ്സൽ തന്നെ വാങ്ങിക്കാമല്ലേ. ഈ ഭാഗത്ത് ഒരെണ്ണമില്ലേ? ഏതാണ്? അമരാവതി. അമരാവതി ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ. എപ്പോഴും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല മീനിൻ്റെ മണം വരുന്നുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ജമന്തി പൂക്കൾ ആയിട്ടില്ല. ആരും വന്നിട്ടില്ല. ടൈം ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. എന്തായാലും ബിരിയാണി തന്നെയാണല്ലോ. പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഏത് ബിരിയാണി കൊണ്ടുവന്ന് നോക്കണ്ട? ഏതൊക്കെ ബിരിയാണി കൊണ്ടുവന്ന് നോക്കണ്ട? ചിക്കൻ ലോലിപോപ്പ് ബിരിയാണി. ഏതാ വേണ്ടത്? ചില്ലി ചിക്കൻ ബിരിയാണി ഏതെങ്കിലും വാങ്ങിക്കൂ. ഇത് ഇവിടുത്തെ ഐസ്ക്രീം സൂപ്പറാണ് കേട്ടോ. ഫ്രീസോൺ അല്ലേ. നമ്മൾ എപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നാലും അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാറുണ്ട്. ആലിലക്കണ്ണൻ. ചിക്കൻ ലോലിപോപ്പ് ബിരിയാണി അതുണ്ട്. അതൊന്ന് വാങ്ങിക്കാം. പിന്നെ അടുത്തത് ചിക്കൻ ലോലിപോപ്പ് ബിരിയാണി, ഒരു ദം ബിരിയാണി, ബിരിയാണി, ചില്ലി ചിക്കൻ ആയല്ലോ.
Chili chicken biryani spicy. Huh? Huh? Chili chicken biryani spicy. സ്പൈസി ആയിരിക്കാം Normal chicken biryani ke ചിക്കൻ ലോലിപോപ്പ് ബിരിയാണി, നോർമൽ ചിക്കൻ നോർമൽ ചിക്കൻ ബിരിയാണി. two biryani. Lollipop biryani, normal chicken biryani. Thank you so much. ആണോ അപ്പോൾ അതൊക്കെ സമാധാനമായി ബിരിയാണി കിട്ടിയപ്പോൾ അത് കുറേ ദിവസമായിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്. അല്ലേ? കുറേ ദിവസം ഇവിടെ അല്ല, ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. 2 ദിവസം 3 ദിവസമായിരുന്നു. ചിക്കൻ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചിക്കൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സൺഡേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ സൺഡേ പറ്റിയില്ലല്ലോ, ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നില്ലേ. അങ്ങനെ അടുത്ത പരിപാടി എന്താ ഏട്ടാ? അടുത്ത പരിപാടി നേരെ വീട്ടിലോട്ട്. വേറെ എവിടെയും പോകാൻ സമയമില്ലല്ലോ. ആദ്യം വന്ന് അവിടെ നിൽക്കണ്ടാവും, ആദ്യം ഇപ്പോൾ ഡോറിൽ തട്ടിയിട്ട് നിൽക്കണ്ടാവും. ഫോൺ ചെയ്താൽ മതി. കാണാതെ ആകുമ്പോൾ അവൾ ഓപ്പോസിറ്റ് വീട്ടിൽ പോയിട്ട് ഫോൺ ചെയ്യും. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ലേ. അതാണ് വീഡിയോ ഇങ്ങനെ എടുത്തത്, ക്യാമറ ഇങ്ങനെ പിടിച്ചെടുത്തത്. കാരണം പെട്ടെന്ന് എടുത്തപ്പോൾ ഷോർട്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെയായി, ലോങ് വീഡിയോയിലോട്ട് പോയി തന്നെ. ഞാൻ എണീക്കട്ടെ. ഇത് നമ്മുടെ ബിരിയാണി സെറ്റായില്ലേ. ഇനി പറപ്പിച്ച് വിട് വീട്ടിലേക്ക്. ഇത് അവിടെ നിന്ന് കിട്ടിയ പൂവാണ് കേട്ടോ, തെച്ചി. നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഈ സൈഡിൽ വെച്ചത് കാരണം പൂ വെക്കാൻ പറ്റില്ല എപ്പോഴും. വീടെത്തി, ഇതേ 1 മണിയാവാനായി. അതെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? Hi. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? Yeah, guys, I'm gonna get centum. 12:30 കഴിഞ്ഞിട്ടാണോ? പക്ഷെ വിശക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാല്ലേ? യെസ്. ഡ്രസ് മാറ്റിയാൽ ബിരിയാണി കഴിക്കാം. ബിരിയാണി കഴിച്ച് സെറ്റാക്കണം. ചെറിയ ക്ഷീണമുണ്ട്. ബിരിയാണി കഴിച്ചാലേ മാറുള്ളൂ. അങ്ങനെയല്ലേ സാധാരണ എപ്പോഴും. എനിക്കിങ്ങനെ തലവേദന അസുഖമൊക്കെ വരുമ്പോൾ ബിരിയാണി കഴിച്ചാൽ പെട്ടെന്ന് മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി പൊതി കഴിക്കണ്ടേ നമുക്ക്? റൈത്ത ഫിഷ് കറി. നമ്മൾ അങ്ങനെ ചരിച്ചിട്ടൊക്കെ സൗണ്ട് ഉണ്ടാവും. ചിക്കൻ ബിരിയാണി, നോർമൽ ചിക്കൻ ബിരിയാണി, സാധാരണ ചിക്കൻ ബിരിയാണി. എൻ്റെ ഫേവറേറ്റ് ലോലിപോപ്പ്. ലോലിപോപ്പ് അല്ല, ചിക്കൻ 65 അല്ലേ? അതോ ചില്ലി ചിക്കൻ? ലോലിപോപ്പ് അല്ലേ പറഞ്ഞത്? ആ, ലോലിപോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ? ശരി. നോക്കാലോ. ലോലിപോപ്പ്. അതെ, ഇത് കഴിച്ചാൽ മതി. അപ്പം കഴിക്കട്ടെ കേട്ടോ. അല്ല, റൈത്ത കാണുമ്പോൾ നല്ല ക്രീമിയാണ് കേട്ടോ. Yeah. അല്ലേ? അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ആദ്യം ഇത് നോർമൽ ബിരിയാണി, ഇത് വേറെയാണ്. ലോലിപോപ്പ് ബിരിയാണി കഴിക്കട്ടെ. അടിപൊളി. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ എടുത്തത് കൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.